ഹലോ ഗായ്സ്, നമ്മൾ എവിടെ പോകുന്നു? കൊല്ലം അഭിലേഷിന്റെ കല്യാണം കൂടെ. അതെ, നമ്മൾ കൊല്ലത്തിനല്ല കരുനാഗപ്പള്ളിക്ക് പോവാണ്. നമ്മൾ ഏത് ട്രെയിനാണ് പോകുന്നത്? ഇവിടെ മലബാറിനും ഞങ്ങൾ മാവേലിക്കും. കാരണം നമുക്ക് ടിക്കറ്റ് ഇല്ല, അവർക്ക് ടിക്കറ്റ് ഉണ്ട്. അങ്ങനെയല്ല, സ്ലീപ്പർ അവൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കണോ? യെസ്. ആംഗ്രി ബേർഡ് ട്രിപ്പ് കൂടാണോ തുടങ്ങിയോ? കാത്തിരിക്കുന്നൊടുവിൽ നമ്മുടെ വണ്ടി എത്തി കോഴിക്കോട്. നല്ല തിരക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. പാളയം ബസ് സ്റ്റാൻഡ് എത്തി. നമ്മൾ സിറ്റി ഹോട്ടലിൽ പോകാം. നമ്മൾ പണ്ട് മുതൽ ഇവിടെയാണ് പോകുന്നത്. നാണാണോ? നല്ലത്. കറി വന്നിട്ടില്ല. ചേട്ടന് ഇപ്പൊ എന്ത് കറി കൊണ്ടുവന്നേ? പെപ്പർ ചിക്കൻ പറഞ്ഞു, പക്ഷെ ബട്ടർ ചിക്കൻ കൊണ്ടുവന്നു. നമ്മുടെ പെപ്പർ ചിക്കൻ വന്നു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. ഇങ്ങനൊന്നും കാണാൻ പോലും കിട്ടൂല. ഇപ്പൊ സമയം എത്രേ? 9:56. 10 ആവുന്നു. കടകളൊക്കെ അടച്ചു തുടങ്ങി. എന്നാലും കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഹൽവ സ്ഥിരമുള്ള കൈരളിയിലേക്ക് നമ്മൾ പോകുന്നത്. കൊള്ളാം. കാലെടുത്തോ. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. വി ആർ എൻജറിങ് ദ പ്ലാറ്റ്ഫോം. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഇവിടെ നല്ല തിരക്ക് വരിക. അത്ര തിരക്കില്ല. ഇന്ന് കുറവാണ് ആക്ച്വലി. സാധാരണ നല്ല തിരക്കുണ്ടാവില്ല. വരൂ. ഹായ് ഗൈസ്. ഹായ് ദിയ. വളരെ ആസ്വദിച്ച് ഫുഡ് കഴിച്ച് നമ്മുടെ മാവേലി നമുക്ക് മിസ്സായി. ഇപ്പോ മലബാറിന് പോവാന്ന് വിചാരിക്കുന്നത്. കരുനാഗപ്പള്ളി. എത്ര നേരത്തെ വന്നേ? ഉണ്ണാൻ വന്നതാണ്. സദ്യ ഇഷ്ടപ്പെട്ടോ?
വയറ് നിറഞ്ഞു. ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. അത്രയധികം സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ. ബാവസാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റ് സെറ്റാന്ന് അങ്ങനെ 2-3 വട്ടം ഭീഷണിപ്പെടുത്തി. എന്താടി അഞ്ജനയുടെ ലെൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാണിക്കൂ. ഇങ്ങനെ അടുത്ത് വന്ന് കണ്ടു. ഇതെന്താണ് കുട്ടികളെ ഗിഫ്റ്റ് ഉണ്ടടി അതില്. പ്രതീക്ഷയില്ലാട്ടോ. ഇത് നോക്കാം അവർക്ക്. അതാ അല്ലേടി ആ പേപ്പർ അങ്ങ് വരക്കാം. അത് നമുക്ക് മാറി നിൽക്കൂ പ്ലീസ്. നിന്റെയൊന്നുമില്ല, നമ്മുടേതാണ്. അത് നിന്റേത്. പിന്നെ അത് കാണിക്കും. ഗിഫ്റ്റ് കാണിക്കും. നിന്റെ കല്യാണം കഴിഞ്ഞപ്പോലെ തോന്നുന്നില്ല. അതെന്താ തോന്നാത്ത? എനിക്കറിയത്തില്ല. വേറെ ആരുടെയോ കല്യാണത്തിൽ നിന്ന് ഫുഡ് ഞണ്ടെന്ന പോലെ തോന്നി. കല്യാണത്തെ പറ്റി എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ കുറെ കാരണവന്മാർ അഭിനയിച്ചു അങ്ങോട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. അതുപോലൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മളെ കല്യാണം കഴിയും. ചിക്കനാ അല്ലടി. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ബാസ്? എങ്ങനെയുണ്ട്? കൊല്ലംകാരുടെ സദ്യ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? കണ്ണൂരുകാരിയായ എനിക്ക് ഇത് വല്ലാത്തൊരു യുദ്ധം പോലെയായിരുന്നു. ഒന്നിന്റെ പിന്നാലെ വന്ന് അതിന് സമയം കിട്ടിയ കഴിച്ചു തീർക്കാൻ? എല്ലാ സൈഡിലും ഒതുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ, തീർക്കാൻ പറ്റിട്ടില്ല. ചോറ് വരുമ്പോ പായസം വരും. അതെ, പായസം ഒന്ന് തിന്നോണ്ടിരിക്കുമ്പോ അടുത്തത് വരും. അതിന്റെ പിന്നാലെ മോര് വരുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു. ഞാൻ കൊല്ലക്കാരിയാണ്, പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? ട്രാവൽ കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? കല്യാണം സദ്യ വയറ് നിറഞ്ഞ് അല്ലാണ്ട്. എത്ര കൂട്ടം ഉണ്ടായിരുന്നു നെണ്ണിയോ? ഒരു 10-20 എന്തായാലും ഉണ്ടാവും. 20 ഇതാ കല്യാണ പെണ്ണും ചെറുക്കനും വരുന്നുണ്ട്, അവരൊന്ന് കാണിച്ചു കൊടുക്കും. മണവാള ചെക്കന് പറയാനുള്ളേ? നമ്മള് ചടങ്ങായിട്ട് കല്യാണം നടത്താതിരിക്കുന്നതാണ് ഇന്നത്തെ ഈ കാലത്തും എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു സംഭവം. അതെന്താ? ഈ പോലുള്ള കോപ്പയങ്ങളുമില്ല, ഒളിച്ചുവിടുന്നില്ല. രജിസ്റ്റർ ചെയ്യുക ഒരു ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളെയും, ബഡ്ജറ്റ് ഫ്രീയുടെ മാത്രമല്ല ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും. ശരി, ചെല്ല് ബൈ. നിങ്ങൾ വരുന്നില്ലേ ഫോട്ടോ? ബൈ ഗായ്സ്. നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ചു. നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാം. ഇഷ്ടായോ? അതെന്താ? അത് ഉപ്പ് പഞ്ചാരി, ഇത് ഫുള്ള് മാത്രം. സദ്യ കഴിച്ചിട്ട് മടുത്തില്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചിക്കന് വേണ്ടി വെയിറ്റ് നല്ല വിശക്കുന്നുണ്ട്. സദ്യ കഴിച്ച് കിടന്നു, പക്ഷെ എണീറ്റപ്പം വിശക്കുന്നുണ്ട്.
നമ്മൾ ഫ്രൈഡ് ചിക്കൻ പിടിക്കാന്ന് വിചാരിച്ചു. എന്താ എന്തൊരു തീറ്റയായിരുന്നു അത്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു 2 മിനിറ്റ് എക്സ്ട്രാ തന്നെങ്കിൽ 2 മിനിറ്റ് എക്സ്ട്രാ വന്നില്ലെങ്കിൽ ബാസ് പൊളിക്കുമായിരുന്നു. പൊളിക്കുമായിരുന്നു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ.